ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ചോക്കർ മാലയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സ്റ്റോണ്, പേള്, പിന്നെ അതേപോലെ എൻഡ് ബീഡ്, എൻഡ് ലോക്ക് എന്ന് പറയും കേട്ടോ. എൻഡ് ബീഡ്, എൻഡ് ലോക്ക് എന്നൊക്കെ പറയും. പിന്നെ ഒരു കമ്മൽ സ്റ്റഡ്, അതേപോലെ ജംഗ്രിങ്, പിന്നെ ഗിയർ വയർ, ഒരു നമുക്ക് വേണ്ട പിന്നെ ഒരു ഗ്ലൂ കേട്ടോ. ഇതേപോലത്തെ സ്റ്റോണാണ്. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോൺ എടുത്തിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു ഗിയർ വയറാണ് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾക്ക് വലിയവർക്കാണോ ചെറിയ കുട്ടികളെ കഴുത്തിൻ്റെ കറക്റ്റാക്കിയിട്ട് നമ്മൾ കുറച്ചൊരു നീളത്തിൽ ഇത് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് 2 മടക്കാക്കിയിട്ട് എടുക്കാനുണ്ട്. ഇതേപോലെ 2 മടക്കാക്കിയിട്ട് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ലെങ്ത്തിൽ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റാക്കി എടുക്കരുത്, കുറച്ച് ലെങ്ത്തിൽ തന്നെ ആക്കി എടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജംഗ്രിങ് നമ്മൾ ഒരു ഭാഗത്ത് ഇട്ടിട്ടോ. ഇതേപോലെ എന്നിട്ട് അത് നടുഭാഗത്തേക്ക് നമ്മളത് കൊണ്ടുവന്നു കണ്ടോ. ഓപ്പൺ ഉള്ള ഭാഗത്തുനിന്ന് നമ്മൾ ജംഗ്രിങ് കോർത്തിട്ട് ഇതേപോലെ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ചോ കേട്ടോ. നമ്മൾ മടക്കിയില്ലേ ഗിയർ വയർ മടക്കിയ ഭാഗത്തേക്ക് കണ്ടോ, ഇതേപോലെ. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു എൻഡ് ബീഡ് എടുക്കുകയാണ് കേട്ടോ, ഗിയർ ലോക്ക്. ഓക്കെ. ഇതേപോലെ നമ്മളൊരു ഗിയർ ലോക്ക് എടുത്തിട്ട് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഈ അറ്റവശം ഉണ്ടാവല്ലോ ഓപ്പണുള്ള ഈ വശം ഈ 2 ഇതും കൂടെ നമ്മൾ ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇടുന്നു കേട്ടോ. ഈ 2 വയറും ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ആ ജംഗ്രിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്ന കേട്ടോ. കണ്ടോ, ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ജംഗ്രിങ്ങിൻ്റെ അടുത്തേക്ക് നല്ല ടൈറ്റാക്കിയിട്ട് വെച്ചു കണ്ടോ. ഇനി അത് നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും പ്ലെയറോ കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോടൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇനി നമ്മൾ നല്ല നഖം ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് നന്നാക്കി ഒന്ന് പ്രസ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ. കണ്ടോ, അപ്പോൾ അതവിടെ ലോക്കായി കണ്ടില്ല, കറക്റ്റായിട്ട് ലോക്കായി. ഓക്കെ. ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇതേപോലെ 2 ലെയർ ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റായി ചെയ്യുന്നത് നമ്മൾ കുറച്ച് ബീഡ് ഞാനൊരു 15 ബീഡാണ് എടുക്കുന്നത്. ഒരു 15 ബീഡ് 2 സൈഡിലും ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ 2 ഗിയർ വയറിൻ്റെ 2 പോർഷനില്ലേ, ഈ 2 ഭാഗത്തും 15 ബീഡ് ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റായിട്ട് 2 ഭാഗത്തായിട്ട് നമ്മൾ 15 ബീഡ് കോർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ വലിയവരാണെങ്കിൽ കുറച്ചുകൂടി അധികം എടുക്കുക. ഞാൻ ചെറിയൊരു മോക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതിനാണ് ഞാൻ ചെയ്തത് കേട്ടോ. ചോക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴുത്തിൽ കറക്റ്റായിട്ട് നിൽക്കണമല്ലോ, ഇറങ്ങി നിൽക്കൂല, കറക്റ്റായിട്ട് നമ്മൾ കഴുത്തിന് നിൽക്കും. ഇതേപോലെയാണ് കിട്ടുക കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും കണ്ടോ. നമ്മൾ ഈ ജംഗ്രിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, അത് കാര്യമാക്കണ്ട കേട്ടോ. ആണ്ടോ, ഇങ്ങനെ ജംഗ്രിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, അത് കുഴപ്പമില്ല, ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ. ഇത് കറക്റ്റായിട്ട് 2 ഭാഗത്തും 15 ബീഡ് ഞാൻ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്റ്റോണില്ലേ, ഈ സ്റ്റോണിന് നമ്മുടെ സൈഡ് ഭാഗത്ത് ഹോൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ. അതെന്ത് ചെയ്യുക, നമ്മൾ ഈ സൈഡ് ഭാഗത്ത് ഹോള് 2 ഭാഗത്തായിട്ട് 2 ഹോൾ ഉണ്ടാവും. അപ്പോൾ മുകളിലത്തെ ഹോളിലും താഴത്തെ ഹോളിലും കൂടി നമ്മൾ 2 വയറിൽ ഗിയർ വയർ അത് ഇതേപോലെ നമ്മൾ കോർത്ത് കൊടുക്കുന്ന കണ്ടോ, കറക്റ്റായിട്ട് കോർത്ത് കൊടുത്തു. ഇതേപോലെ ഇരിക്കും കേട്ടോ, കറക്റ്റായിട്ട് ഇതേപോലെ ഇരിക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ മറ്റേ ഭാഗത്തും കറക്റ്റ് 15 ബീഡ് നമ്മൾ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 ഭാഗത്തായിട്ട് 15 ബീഡ് നമ്മൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. കറക്റ്റായിട്ട് എടുക്കുക. നമ്മൾ വലിയവർക്ക് അതിനനുസരിച്ചുള്ള ബീഡ് കുറച്ച് എക്സ്ട്രാ കൂട്ടി കൊടുക്കുക. നമ്മൾ ഡ്രസ്സിനനുസരിച്ചുള്ള കളറുകൾ ഇതേപോലെ ബീഡും
അത് സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ 15 ബീഡ് ഈ ഭാഗത്തും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ എക്സ്ട്രാ ഉള്ള ഭാഗം കുറച്ച് കട്ട് ചെയ്യണം, പക്ഷേ തോനെ കട്ട് ചെയ്യരുത്. നമ്മൾ അധികം ലെങ്ത്ത് ഉണ്ടെങ്കിൽ, അധികമായിട്ട് ലെങ്ത്ത് ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടോ, അധികം എന്നാലും നമ്മൾ കുറച്ച് ഏറെ തന്നെ ഇടണം കേട്ടോ, കറക്റ്റാക്കി ഇടരുത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ജംഗ്രിങ് കോർത്ത് കൊടുക്കുക കേട്ടോ. ആ 2 ഓപ്പൺ ആയിക്കണതില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ജംഗ്രിങ് കോർത്ത് കൊടുത്തു. കണ്ടോ, ഇനി നമ്മൾ എൻഡ് ബീഡ് എടുക്കുന്നു കേട്ടോ. ആ അറ്റഭാഗം നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് വെട്ടി കൊടുത്ത് കറക്റ്റ് ആക്കണേ. നമുക്ക് ആ എൻഡ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇനി എൻഡ് ബീഡ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ നന്നായി കോർത്തെടുക്കുക കേട്ടോ. കോർത്തെടുത്തിട്ട് അടിഭാഗത്തേക്ക് കൊണ്ടുവരാം. ഇനി എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ഒന്നും കൂടി അത് അടിഭാഗത്തേക്ക് ആക്കിയിട്ട് ജംഗ്രിങ് മുകൾ ഭാഗത്തേക്ക് വരണം കേട്ടോ. കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ഈ നമ്മളെ എൻഡ് ബീഡ് നല്ല അടിഭാഗത്തും ജംഗ്രിങ് അതിൻ്റെ നടുഭാഗത്തുമാണുള്ളത് കേട്ടോ. ഇനി നമ്മൾ ആ വെട്ടിയ അറ്റഭാഗം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ജംഗ്രിങ്ങിൻ്റെ അത് നടുഭാഗത്തൊക്കെ ആക്കിയിട്ട് നമ്മൾ എൻഡ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി വലിക്കുകയാണ് ചെയ്യണത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതേപോലെ വരും നമ്മൾ എൻഡ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ. കണ്ടോ, എന്നിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കണം നമ്മൾ കേട്ടോ. ആ നമ്മൾ 2 അറ്റഭാഗത്തു നിന്ന് 2 ഇതില്ലേ, അത് 2 ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മാക്സിമം എത്രത്തോളം വലിക്കാൻ പറ്റുമോ അത്രത്തോളം വലിച്ചു കൊടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ജംഗ്രിങ് അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് നിൽക്കും. ഇതേപോലെ നന്നായിട്ട് തന്നെ നമ്മൾ വലിച്ചു കൊടുക്കണം. എൻ്റെ അത് ഫസ്റ്റിൽ ഒന്ന് മുളുക്കായിപ്പോയി, അത് പിന്നെ ഞാൻ ഒന്ന് ഊരിയെടുത്തിട്ട് രണ്ടാമത് ചെയ്തതാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ നമ്മൾ ടൈറ്റായിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് എയർ വരുന്നതുണ്ടല്ലോ, എയർ വരുന്നത് നമ്മൾ കട്ട് ചെയ്യണം. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഈ എൻഡ് ലോക്കില്ലേ, ഗിയർ ലോക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ, പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗം കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഫിഷ് ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കുട്ടികളെ കഴുത്തിൻ്റെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫിഷ് ലോക്ക് കൊടുത്തിട്ട് മറ്റേ ജംഗ്രിമക്ക് നമുക്ക് കണക്ട് ചെയ്താൽ മതി. ഇത് അല്ല, നമുക്ക് ബാക്ക് ത്രെഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഈ ബാക്ക് ത്രെഡുമ്മൽ നമുക്ക് ചില ബാക്ക് ത്രെഡുമ്മൽ ഫിഷ് ലോക്ക് ഉള്ളതായിട്ടുണ്ടാവും ചില ബാക്ക് ത്രെഡുമ്മൽ. പക്ഷേ എൻ്റെ കയ്യിലുള്ളതിൽ ബാക്ക് ത്രെഡുമ്മൽ ഫിഷ് ലോക്ക് ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ജംറിങ് ഇല്ല അതിൻ്റെ ഒന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ. ജംറിങ്ങിൻ്റെ ആ ഭാഗം അറ്റഭാഗം ഒന്ന് വിടർത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു ത്രെഡിൻ്റെ ഒരു അറ്റം ആ ഭാഗം ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്ലെയറോ കട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും ഒന്നും കൂടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്താലും ഇത് നിൽക്കും കേട്ടോ. ഓക്കെ, കണ്ടോ. ഇനി ഇതെടുത്തിട്ട് ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഫിഷ് ലോക്കിൻ്റെ കറക്റ്റ് ഒന്നും തെറ്റല്ല. ഫിഷ് ലോക്ക് എടുക്കുക. നമ്മൾ ഈ ജംഗ്രിങ്ങിൻ്റെ ഇതേപോലെ തന്നെ ജംഗ്രിങ്ങിൻ്റെ ഇത് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഫിഷ് ലോക്കിൻ്റെ ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. അത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ബാക്ക് ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കിതിങ്ങനെ നമ്മൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നമുക്ക് കറക്റ്റായി ഇത് കഴുത്തിലിടാൻ പറ്റും കേട്ടോ. ഇതേപോലെയാണ് നമ്മളെ മാല വരുന്നത്. ഇത് ഫിനിഷായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ കമ്മൽമേൽ ചെയ്യുന്നതാണ്.
കമ്മൽ ഉണ്ടാക്കുന്ന കേട്ടോ. സ്റ്റഡാണ് ഇതിൽ ചെയ്യുന്നത്. നമ്മൾ കമ്മൽ സ്റ്റഡ് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റോൺ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒട്ടണ വരെ നമ്മൾ പിന്നെ അത് അനക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ എടുത്ത് കൊടുക്കരുത്. കുറച്ച് ടൈം പിടിക്കണം. ഒട്ടാനുള്ള ടൈം അതിന് കൊടുക്കണം കേട്ടോ. കറക്റ്റ് കണ്ടോ. ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ന്യൂ മോഡൽ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സുകൾ നമുക്കിനി വരുന്നുണ്ട്. നമ്മളെ ക്ലാസ്സുകൾ 2 മാസത്തെ പെയ്ഡ് ക്ലാസ്സുകളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ അതിൽ ചേരുക. ഇത് വളരെ ചെറിയ ക്ലാസ്സുകൾ മാത്രമാണ് നമുക്ക് ഫ്രീ ക്ലാസ്സുകൾ ഞങ്ങൾ തന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ പെയ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ.